ഇനി പപ്പടം കഴിക്കുവാനായിട്ട് ആരും പേടിക്കണ്ട. നമുക്ക് എല്ലാവർക്കും പപ്പടം കഴിക്കുവാൻ സാധിക്കും. ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ നമുക്ക് പപ്പടം വറുത്തെടുക്കാം. അതും വളരെ ക്രിസ്പി ആയിട്ട്. നിങ്ങളിത് ഈ പപ്പടം ഒടിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടോ? കണ്ടോ? ഇതുപോലെ വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് പപ്പടം എണ്ണ ഉപയോഗിക്കാതെ വറുത്തെടുക്കുവാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ? അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി, നമ്മൾക്ക് ഏതെങ്കിലും കുഴിവുള്ള ചട്ടി, ചീനച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. അത് ഇച്ചിരി അടി കട്ടിയുള്ളതായിരിക്കണം. അതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾക്ക് ഗ്യാസ് സ്റ്റവ് കത്തിച്ച് നമുക്ക് ആ ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇച്ചിരി ഇതുപോലെ പരന്ന ചട്ടിയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ അടി കട്ടിയുള്ളതും. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഞാൻ ഇപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് ഉപ്പ് പൊടിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ആ പൊടി നന്നായിട്ട് ചൂടാവണം. തീ കൂട്ടി വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ആ ഉപ്പൊന്ന് ചൂടാക്കി എടുക്കാം. നിരത്തിയൊക്കെ കൊടുത്ത് ഇളക്കിയൊക്കെ നന്നായിട്ട് ചൂടാക്കി, പെട്ടെന്ന് ചൂടായി വരുമല്ലോ ഉപ്പ്. അങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ഉപ്പിലേക്ക് അതിലേക്ക് പപ്പടം ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ആ ഉപ്പ് കുറേശ്ശെ കോരി അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കണം. രണ്ട് വശവും നമുക്ക് നന്നായിട്ട് പൊള്ളി കിട്ടണമല്ലോ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, നല്ല കൊമളയായിട്ട്, നല്ല പൊങ്ങി നല്ല കൊമളയായിട്ട് വരുന്നുണ്ട് നമ്മുടെ പപ്പടം. കണ്ടോ? നമ്മൾ കുറേശ്ശെ ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഉപ്പും മുകളിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചിടുക. എന്നിട്ട് പിന്നെയും അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഉപ്പിട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് ആ ഉപ്പിൽ കിടന്ന് തന്നെ നമ്മുടെ പപ്പടം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നന്നായിട്ട് കണ്ടോ? നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് പപ്പടം വറുക്കുമ്പോൾ തന്നെ ഇരിക്കും. ആ ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. കണ്ടോ? വളരെ ക്രിസ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വീണ്ടും ഞാനൊരു പപ്പടം കൂടി ഇട്ട് കൊടുത്തു ഉപ്പിലേക്ക്. നമ്മൾക്ക് എത്ര പപ്പടം വേണമെങ്കിലും ഇങ്ങനെ വറുത്തെടുക്കാം. നമ്മൾ വറുത്തതിന് ശേഷം നമ്മളുടെ ഉപ്പ് മാറ്റി അത് ആറിക്കഴിയുമ്പോൾ ഒരു കുപ്പിയിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നീടും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കുവാനായിട്ട് സാധിക്കും. ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെയല്ലേ നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവരും അതുപോലെ ഡയറ്റൊക്കെ നോക്കുന്നവരും എണ്ണ അധികം കഴിക്കാത്തവർക്കും ഒക്കെ പപ്പടം വളരെ ടേസ്റ്റോടുകൂടി കഴിക്കാം. എണ്ണയിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ തന്നെ ഇരിക്കും. കണ്ടോ? വളരെ ടേസ്റ്റായിട്ടും അതുപോലെ തന്നെ എണ്ണയിൽ വറുക്കുന്നത് പോലെ തന്നെ ഇരിക്കും. ഇനി ഞാനൊരു പപ്പടം ചെറുതായിട്ട് ഒന്ന് നുറുക്കി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു പപ്പടം ഞാൻ നന്നായിട്ട് കീറി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആ ഉപ്പിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അത് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ കുട്ടികൾക്കൊക്കെ നമുക്ക് വറുത്ത് കൊടുത്തു വിടാം. ഒത്തിരി എണ്ണയൊന്നും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുവാൻ വേണ്ടി നല്ലതല്ല ഇത്. പപ്പടം വറുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് എണ്ണ ഒഴിക്കണം. പിന്നെ ബാക്കി വരുന്ന എണ്ണ നമ്മളെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ അത്രയും എണ്ണയൊന്നും പുകത്തുമില്ല. ഇത് നമ്മൾക്ക് എണ്ണ നമ്മുടെ ഉള്ളിലും ചെല്ലത്തില്ല. നമ്മൾക്ക് വേസ്റ്റായി പോകത്തുമില്ല. ഇതുപോലെയൊക്കെ നമ്മൾ വറുത്തണം. അതുപോലെ കുട്ടികളുടെ ഈ കണ്ടോ? ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. കുട്ടികളുടെ ചെറിയ ചെറിയ ചക്രം പോലുള്ള പപ്പടം ആ ഷേപ്പിലുള്ളതെല്ലാം നമ്മൾക്ക് ഇതുപോലെ വറുത്തെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം. വറുത്ത ഒരു പാത്രത്തിലിട്ട് അടച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് കഴിക്കുവാനായിട്ട് സാധിക്കും. തണുത്ത് പോകത്തില്ല. അതുപോലെ തന്നെ അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഈ ഉപ്പ് പപ്പടത്തെ കയറി പിടിക്കുവാന്ന്. ഒരിക്കലുമില്ല. ഉപ്പ് നമ്മൾ അത് നന്നായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുടഞ്ഞെടുത്താൽ മതി. ഉപ്പൊട്ടും നമ്മുടെ പപ്പടത്തിൽ പിടിക്കത്തില്ല. കണ്ടോ? ഇതുപോലെ ആ ഉപ്പിൻ്റെ കൂട്ടത്തിലിട്ട് ഇതുപോലെ ഉപ്പ് കോരിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ പപ്പടം നമ്മൾ പണ്ടൊക്കെ ചുട്ട് കഴിക്കത്തില്ലേ? അത് ചുട്ട് കഴിക്കുന്നതിനെക്കാട്ടി നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റായിട്ടും കരിഞ്ഞു പോകാതെയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്താൽ കിട്ടും. കണ്ടോ? വളരെ ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് കൊമളച്ച് പൊങ്ങി നമ്മൾക്ക്
നമ്മൾ പപ്പടം ഇട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വറുക്കും പോലെ തന്നെ ഇരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ പരീക്ഷിച്ചാൽ നിങ്ങൾ പപ്പടം എപ്പോഴും ഇങ്ങനെ വറുക്കത്തുള്ളൂ. കാരണം നമ്മൾക്ക് എണ്ണ നമ്മളുടെ ഉള്ളിലും ചെല്ലത്തില്ല. അതുപോലെ തന്നെ വറുത്ത് കഴിഞ്ഞ ബാക്കിയുള്ള എണ്ണ നമ്മൾ വേസ്റ്റായി പോവുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കണ്ടോ, ഞാൻ ഇങ്ങനെ വറുത്തെടുത്ത പപ്പടമാണിത്. വളരെ ക്രിസ്പിയാണ്. കണ്ടോ, നിങ്ങൾ സൗണ്ട് കേൾക്കുന്നില്ലേ? കണ്ടോ, ഇതുപോലെ വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് കുട്ടികൾക്കൊക്കെ അതുപോലെ പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇങ്ങനെ പപ്പടം കഴിക്കുന്നതിൽ ഹെൽത്തിന് യാതൊരു ദോഷവുമില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ പപ്പടം വറുത്തെടുക്കുവാനായിട്ട് നോക്കുക. ഉണ്ടോ, ഇതിൽ ഉപ്പ് നമ്മളിത് ഇങ്ങനെ ഒന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി. ഒട്ടും ഉപ്പ് പപ്പടത്തെ പിടിക്കത്തുമില്ല. പപ്പടത്തിന് ഉപ്പ് കൂടുതലുണ്ടാകും എന്നുള്ളൊരു ചിന്തയും വേണ്ട. നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്